അപ്പോൾ ജൂൺ ക്വസ്റ്റ്യൻ എന്ന് പറയും. ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ബാക്കിയൊക്കെ സെയിം തന്നെ. 3000 വേർഡ്സ് +or-10 സിംഗിൾ വേർഡ്സ്, സിംഗിൾ ആൻസർ വേർഡ്സ് ഓർ ലിസ്റ്റ് ആർ അൺലൈക്ലി ടു ഗെയിൻ മാർക്ക്. അതാണ് കുറച്ചും കൂടി കൂടുതൽ എഴുതാൻ പറയുന്നത്. നമ്മുടെ ഒരു രീതി അനുസരിച്ച് ലൈക്ക് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30 വേർഡ്സിനടുത്തുള്ള ഒരു പോയിന്റ് എഴുതുക എന്നുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന എഴുതുന്നു. ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാന്നുള്ളത്. ഇനി നമുക്ക് സിനാരിയോയിലേക്ക് വരാം. കൈൻഡ് ഓഫ് ഇത് പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് കണ്ടന്റ് സിനാരിയോ ആണ്. ആദ്യം കുറെ പോസിറ്റീവ് ഉണ്ട്, പിന്നെ കുറച്ച് നെഗറ്റീവ്. ആ ഒരു തരത്തിലാണ് ഹാഫ് എന്ന് പറയാം. ആദ്യത്തെ ഹാഫ് പോസിറ്റീവും പിന്നത്തെ ഹാഫ് നെഗറ്റീവും ആ ഒരു തരത്തിലാണുള്ളത്. അപ്പം നമുക്ക് സിനാരിയോയിലേക്ക് വരാം. സിനാരിയോ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആൾക്കാർ പാസ്സായിട്ടുള്ള ഒരു സിനാരിയോ ആണ്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട്സ് വന്നതിൽ ഓൾമോസ്റ്റ് ഒരു 65% സിനാരിയോയിൽ പാസ്സായിട്ടുള്ളതാണ്. ഇപ്പൊ സിനാരിയോ നോക്കാം. നിങ്ങളുടെ കയ്യിൽ സിനാരിയോ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് വിൽ സ്റ്റാർട്ട്. യു ഹാവ് റീസെന്റ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് എ ടീം ലീഡർ അറ്റ് എ സ്മോൾ റിമൂവൽ കമ്പനി. ഓക്കെ, നിങ്ങളൊരു ടീം ലീഡറായി. റിമൂവൽ കമ്പനി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൂവേഴ്സ് ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ റീസെന്റ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് എ ടീം ലീഡർ അറ്റ് എ സ്മോൾ റിമൂവൽ കമ്പനി. നിങ്ങൾ അവിടുത്തെ ടീം ലീഡറായി. ദ കമ്പനി ക്യാരീസ് ഔട്ട് ബോത്ത് ലോക്കൽ ആൻഡ് നാഷണൽ വൈഡ് വർക്ക് ഫോർ പ്രൈവറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്ലയൻസ്. അപ്പോൾ അതേപോലെ നാഷണൽ ലോക്കൽ വർക്കും ഉണ്ട്, അതേപോലെ ഓൾ ഇന്ത്യ മൂവ് ചെയ്യാൻ. ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്താണ്. അപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് വരെ സാധനങ്ങൾ മൂവ് ചെയ്യാനൊക്കെ കമ്പനിക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ പ്രൈവറ്റ് ക്ലയൻസും കൊമേഴ്ഷ്യൽ ക്ലയൻസും വലിയ വലിയ മൂവിങ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ഓപ്പറേറ്റ് ഫ്രം 2 sites. 2 സൈറ്റ് ഉണ്ട്. ഒരു വെയർ ഹൗസ് ഉണ്ട്, ഓക്കെ, ആൻഡ് എ കോമ്പൗണ്ട്. വെയർ ഹൗസിന്റെ അകത്ത് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതും കോമ്പൗണ്ടിലാണ് 7 റിമൂവൽ വെഹിക്കിൾസ് ഓഫ് വേരിയിങ് സൈസ് ആർ കെപ്റ്റ് ആൻഡ് എ സ്മോളർ ഓഫീസ് സൈറ്റ് വിത്ത് 3 ഓഫീസ് വർക്കേഴ്സ് ദാറ്റ് ഈസ് 2 miles away ഫ്രം ദ വെയർ ഹൗസ്. അതാണ് വരുന്നത് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. സ്മോൾ വെയർ ഹൗസ് ആൻഡ് എ കോമ്പൗണ്ട് where the 7 റിമൂവൽ വെഹിക്കിൾസ് ഓഫ് വേരിയിങ് സൈസ് ആർ കെപ്റ്റ്. 7 റിമൂവൽ വെഹിക്കിൾസ് ഉണ്ട്, ഡിഫറെന്റ് സൈസ്, പല സൈസിലുള്ള റിമൂവൽ വെഹിക്കിൾസ് ഉണ്ട്. ചെറിയൊരു ഓഫീസ് ഉണ്ട്, അവിടെ ഒരു 3 സ്റ്റാഫും ഉണ്ട്. അങ്ങനെയാണ്. ദാറ്റ് ഈസ് 2 miles away ഫ്രം ദ വെയർ ഹൗസ്. അങ്ങനെയാണ്, 2 മൈൽ അവേ ആണ്. വെയർ ഹൗസ് വേറെ, നമ്മുടെ യാർഡ് വേറെ, വെഹിക്കിൾ പാർക്ക് ചെയ്യുന്ന യാർഡ് വേറെ. യു ക്യാരി ഔട്ട് എ റോൾ ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ഫോർ ബോത്ത് സൈഡ്സ്. 2 സൈറ്റ്സിലേക്കുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 സൈറ്റിലേക്കുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദിസ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ മാനേജ്മെന്റ് ഓഫ് യുവർ ടീം. അപ്പൊ അതും കൂടെയാണ്. നിങ്ങൾക്ക് ഒരു ടീം ലീഡറാണ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ ആണ്, അതേപോലെ തന്നെ ഡേ ടു ഡേ മാനേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്കുണ്ട്. ആൻഡ് ടീം കൺസിസ്റ്റ് ഓഫ് 7 ഡ്രൈവേഴ്സ് ആൻഡ് 8 പോർട്ടേഴ്സ്. നിങ്ങളുടെ ടീമിൽ എത്ര 8 ഡ്രൈവർമാരുണ്ട്. 7 ഡ്രൈവർമാരുണ്ട്. 7 വെഹിക്കിളിന് 7 ഡ്രൈവർമാരുണ്ട്. അതിന് 8 പോർട്ടേഴ്സ് ഉണ്ട്. 8 പോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, അവര് മറ്റേ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന ആൾക്കാർ. ഹു അസിസ്റ്റ് ദ ഡ്രൈവേഴ്സ് ടു മൂവ് ഐറ്റംസ് ഓഫ് ഫർണിച്ചർ. അപ്പൊ അതും കൂടെ ഉണ്ട്. അതന്നെ അസിസ്റ്റഡ് ഡ്രൈവേഴ്സ്. അപ്പൊ അവരും ഫർണിച്ചർ മൂവ് ചെയ്യാൻ വേണ്ടി കൂടുന്ന ആൾക്കാരാണ്. യു ഡെലിവർ എ ഷോർട്ട് ഇൻഡക്ഷൻ ട്രെയിനിങ് സെഷൻ ടു ന്യൂ വർക്കേഴ്സ് ദാറ്റ് ഇൻവോൾവ് tour of both sides, health and safety information including first aid, emergency arrangements and information on relevant policies and procedures. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഷോർട്ട് ഇൻഡക്ഷൻ ട്രെയിനിങ്. പുതിയ വർക്കേഴ്സ് വന്നിട്ടുണ്ട്, അവർക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്തു. ഷോർട്ട് ഇൻഡക്ഷൻ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്തു. 2 സൈഡും കാണിച്ചു കൊടുത്തു. നമ്മുടെ വെയർ ഹൗസും കാണിച്ചു കൊടുത്തു, യാർഡും കാണിച്ചു കൊടുത്തു. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഫർമേഷൻ, പോളിസി, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? അവിടെ പുതിയ വർക്കേഴ്സിന് പറഞ്ഞു കൊടുത്തു. You and one other person are the only trained first aiders. നിങ്ങൾ അവിടെ നിങ്ങളും വേറെ ഒരാളും കൂടെ മാത്രമേ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡർ ആയിട്ടുള്ളൂ. യു ക്യാരി ഔട്ട് ദ റോൾ ഓഫ് ഫസ്റ്റ് എയ്ഡർ ഫോർ വെയർ ഹൗസ് സൈറ്റ് ആൻഡ് അതർ ഫസ്റ്റ് എയ്ഡർ ഈസ് ബേസ്ഡ് ഓൺ ദ ഓഫീസ് സൈറ്റ്. നിങ്ങൾ വെയർ ഹൗസിലെയാണ്, പിന്നെ മറ്റേതോ ഓഫീസിലെയാണ്. ഓക്കെ, അങ്ങനെയാണ് ഉള്ളത്. Fully stocked first aid boxes are located at each site and the contents are replenished as required. ഫുള്ളി സ്റ്റോക്ക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. കണ്ടന്റ്സ് ആവശ്യത്തിനനുസരിച്ച് അവിടെ ഇങ്ങനെ ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ബാൻഡേജ് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിക്വയർമെന്റ് കൊടുക്കുന്നു, അത് ഫില്ല് ചെയ്യുന്നു. അപ്പം കണ്ടന്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും വെൽ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ ഫുൾ ടൈം അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് കണ്ടന്റ് ഒന്നും മിസ്സാവുന്നില്ല. ബാൻഡേജസ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും മിസ്സാവുന്നില്ല.
Both you and other first aider have completed a first aid at work course and attend a 1-day first aid refresher course as required. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രെയിൻഡ് ആണ്. 1-day കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. To assist with the movement of vehicle, a safe system of work is in place that stipulates that drivers must use a banksman when maneuvering. നമുക്ക് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഒക്കെ ഉണ്ട്. സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ട്. സേഫ് സിസ്റ്റം ഓഫ് വർക്കിൽ കൃത്യമായിട്ട് ബാങ്ക്സ്മാനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. നെക്സ്റ്റ് ദ കോമ്പൗണ്ട് ഈസ് എ വെയർ ഹൗസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് കസ്റ്റമേഴ്സ് ഫർണിച്ചർ ആൻഡ് അതർ പൊസിഷൻസ്. കോമ്പൗണ്ടിനടുത്തായിട്ട് ഒരു വെയർ ഹൗസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്, ആൾക്കാരുടെ പൊസിഷൻസ് ഫർണിച്ചേഴ്സ് ഒക്കെ വെക്കുന്നത്. ലോങ് ട്രിപ്പ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോർ ചെയ്യാനൊക്കെ പറയുമല്ലോ, അപ്പോൾ അവിടെയാണ് ആ സംഭവങ്ങളൊക്കെ വെക്കുന്നത്. Although small, the warehouse is well laid out with clearly marked pedestrian walkways, forklift truck routes and strong 3-story high racking. അപ്പോൾ അവിടെ വെയർ ഹൗസ് അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. അവിടെ എന്താണ് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ട്, ക്ലിയർലി മാർക്ക് ചെയ്തിട്ടുള്ള പെഡസ്ട്രിയൻ പാത്വേസ് ഉണ്ട്, ഫോക്ക് ലിഫ്റ്റിന് വേണ്ടി അതുണ്ട്, ലൈറ്റിംഗ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല 3-story കൃത്യമായിട്ടുള്ള ഹൈ റാക്കിംഗ് ഉണ്ട്. റാക്കിംഗ് എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. There is a larger roller shutter door given clear wide access to the warehouse. അങ്ങനെയുണ്ട്. ലാർജർ വലിയൊരു റോളർ ഷട്ടറും കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ട്, കയറി പോകാനുള്ള വഴിയുണ്ട്. Drivers and porters take a pride in cleanliness and tidiness when carrying out work in the warehouse. വെയർഹൗസിൽ ഡ്രൈവേഴ്സും പോർട്ടേഴ്സും അത്യാവശ്യം നല്ല കോമ്പിറ്റന്റ് ആണ്. അവരെപ്പോഴും ഹൗസ് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എപ്പോഴും വൃത്തിമേനയായിട്ട് കിടക്കുന്നുണ്ട്. Company is very busy. All the vehicles are used in every day. എല്ലാ വെഹിക്കിൾസും യൂസ് ചെയ്യുന്നുണ്ട്. The warehouse is at a full capacity and there is pressure to complete jobs as quickly and efficiently as possible. ഇപ്പം വെയർഹൗസ് എന്ന് പറയുന്നത് എന്താ, ഫുൾ കപ്പാസിറ്റിയിൽ ഓണാണ്, നല്ല ബിസിയാണ്, വർക്ക് പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പം ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള പ്രഷറുണ്ട്. The manager who operates from the office site visit client and assess their removal requirements. മാനേജർ ഉണ്ട്, മാനേജർ കോമ്പീറ്റന്റ് ആണ്. അതുകൊണ്ട് എന്താണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാനേജർ എന്ത് ചെയ്യും, ക്ലയന്റിനെ വിസിറ്റ് ചെയ്ത് അവരുടെ റിക്വയർമെന്റ് അസസ് ചെയ്യും. ഓക്കെ, അവരുടെ റിക്വയർമെന്റ് അവിടെ വർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല കാര്യങ്ങളൊക്കെ അസസ് ചെയ്യും, പഠിക്കും. ആൻഡ് ഇവാലുവേറ്റിംഗ് എനി പൊട്ടൻഷ്യൽ പ്രോബ്ലം ഓർ ഇഷ്യൂസ് ടു ഹെൽപ്പ് എൻഷുവർ കളക്ട് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എക്യുപ്മെന്റ്. അതാണ് പറയുന്നത്. ഇവാലുവേറ്റ് ചെയ്യും, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവാലുവേറ്റിംഗ് എനി പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് ടു ഹെൽപ്പ് എൻഷുവർ കളക്ട് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എക്യുപ്മെന്റ്. ഇപ്പം റിസോഴ്സസും എക്യുപ്മെന്റും ഒക്കെ സ്റ്റഡി ചെയ്യും. ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഫോൺ വിളിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സാധനം കുറച്ച് മൂവ് ചെയ്യാനുണ്ട്, അപ്പോൾ മാനേജർ നമ്മുടെ സൈറ്റിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വരും, അവിടെ കുറച്ച് സ്റ്റഡി ചെയ്യും. അവിടെ ഏതൊക്കെ വെഹിക്കിളാണ് പോകേണ്ടത്, കാരണം ഡിഫറെന്റ് സൈസ് ഓഫ് വെഹിക്കിൾസ് ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യും. The manager also visit the warehouse site each day to carry out an inspection. എല്ലാ ദിവസവും വെയർഹൗസിലും വിസിറ്റ് ചെയ്യും. Check on capacity levels and speak directly to workers. അപ്പോൾ നല്ല കൺസൾട്ടേഷൻസും ഉണ്ട്. The manager feel it is important to speak personally to each worker regularly and to keep up to date with any problems. അപ്പോൾ ഡെയിലി അവരുമായിട്ട് സംസാരിക്കുന്നു, എന്താ പ്രോബ്ലംസ് ഉള്ളതെന്നൊക്കെ നോക്കുന്നു. ആ ഒരു രീതിയിലാണ് അവിടെ വർക്ക് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. The manager is also responsible for a regular internal audit of the management process. ഒരു ഇന്റേണൽ ഓഡിറ്റും ഉണ്ട്. റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലർ ഇന്റേണൽ ഓഡിറ്റ്. അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള കമ്പനിയാണ് അവിടെ നടക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കൾച്ചറാണ് അവിടെ കാണുന്നത്. ഓൾദോ മോസ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ് ഹാവ് ബീൻ എംപ്ലോയിഡ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലേ? There has recently been a high level of turnover of porters. But drivers കുറെ പഴക്കമുള്ള ഡ്രൈവേഴ്സ് ആണ്, പക്ഷെ പോർട്ടേഴ്സ് അവിടെ നിൽക്കുന്നില്ല. പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്നില്ല. ഹൈ സ്റ്റാഫ് ടേൺ ഓവർ അവിടെ സംഭവിക്കുന്നു. ഹു പ്രൊട്ടസ്റ്റഡ് അറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻ. അവർ അവിടെയുള്ള വർക്കിംഗ് കണ്ടീഷനെതിരാണ്. ബട്ട് വി ആർ നെവർ ടേക്കൺ സീരിയസ്ലി. അവരുടെ ആവശ്യങ്ങളൊന്നും എന്താണ് മാനേജ്മെന്റ് സീരിയസ് ആയിട്ട് എടുത്തില്ല. Many of the existing porters are young and inexperienced. ഇപ്പം
പുതിയ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ഓക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല, വളരെ ചെറുതാണ്. വളർണബിൾ കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് പോർട്ടേഴ്സ് ആയിട്ട് അവിടെ ഹയർ ചെയ്യുന്നത്. ആൻഡ് സെവറൽ ജോബ് പൊസിഷൻ റിമൈൻ വേക്കന്റ്, കുറെ ജോബ് പൊസിഷൻസ് അവിടെ ബാക്കി കിടക്കുന്നു. There has also been an increase in the level of short-term sickness absence for both drivers and porters. അങ്ങനെ ഒരു അതും കൂടി വരുന്നുണ്ട്. ഓക്കെ, ആൾക്കാർ ലീവ് എടുക്കുന്നത് കൂടി വരുന്നുണ്ട്. ഷോർട്ട് ടേം സിക്നസും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. വിച്ച് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് റിപ്പോർട്ട്സ് ഓഫ് ഇൻക്രീസ്ഡ് മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സ് ബീൻ ഡയഗ്നൈസ്ഡ്. അപ്പോൾ കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ ഈ ഷോർട്ട് ടേം സിക്നസിന്റെ കാരണം നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അത് മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സിന്റെ പ്രോബ്ലം ആണെന്നാണ്. മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി, നമ്മുടെ ലോഡിംഗ് അൺലോഡിംഗ് ആണല്ലോ. ലോഡിംഗ് അൺലോഡിംഗ് പറയുമ്പോൾ WRULDS MSDS ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പൊ അതിനെയാണ് കൂടുതലും കാണുന്നത്. As the size of removal activities varies considerably from few small items to the content of a large house to an office relocation, number of people involved with each job also varies. അങ്ങനെയല്ല, ചെറിയ ഐറ്റംസ് മുതൽ നമ്മൾ വലിയ ഐറ്റംസ് വരെ ഒരു വീട് കംപ്ലീറ്റ്ലി വരെ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് വിത്ത് ഈച്ച് ജോബ് വേരീസ് ഇന്റേണലി, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് കുഡ് ഇൻവോൾവ് ജസ്റ്റ് എ സിംഗിൾ ഡ്രൈവർ ഓർ എ സെവറൽ വെഹിക്കിൾ ആൻഡ് മൾട്ടിപ്പിൾ പോർട്ടേഴ്സ്, അങ്ങനെ വരെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു സിംഗിൾ ഡ്രൈവർ മാത്രമായിരിക്കും ഒരു പിക്കപ്പിന് വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സും മൾട്ടിപ്പിൾ പോർട്ടേഴ്സും ഉണ്ടാവും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ആ ഒരു റിക്വയർമെന്റിനനുസരിച്ച്. As both drivers and porters are required to carry furniture and other large items, manual handling training is carried out annually by an external training company. ഇവിടെ അപ്പോൾ ഡ്രൈവറും പോർട്ടേഴ്സും രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ആസ് ഡ്രൈവേഴ്സ് ആൻഡ് പോർട്ടേഴ്സ് ആർ റിക്വയർഡ് ടു ക്യാരി ഫർണിച്ചർ ആൻഡ് ലാർജ് അതർ ഐറ്റംസ് എന്ന് പറയുന്നത്. ഡ്രൈവേഴ്സും പോർട്ടേഴ്സും എന്ത് ചെയ്യുന്നു, ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഡ്രൈവറുടെ ജോലി മാത്രമല്ല, മേ ബി മറ്റേ പൊസിഷൻ വേക്കന്റ് എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവമായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും കൂടി എടുക്കുന്നുണ്ട്. അവർക്ക് എക്സ്റ്റേണൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈച്ച് വെഹിക്കിൾ ഈസ് എക്യുപ്ഡ് വിത്ത് ടെയിൽ ലിഫ്റ്റ്. ടെയിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, നമ്മുടെ മാർബിളൊക്കെ വണ്ടിക്കകത്ത് തന്നെ ലിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് വെക്കുന്ന ഒരു പരിപാടിയില്ലേ, അതിനാണ് ടെയിൽ ലിഫ്റ്റ് എന്ന് പറയുന്നത്. എ പവർഡ് ലിഫ്റ്റിംഗ് ആൻഡ് ലോവറിംഗ് പ്ലാറ്റ്ഫോം അറ്റ് റിയർ ഓഫ് ദ വെഹിക്കിൾ. അപ്പോൾ അത് മാനുവൽ ഹാൻഡ്ലിംഗ് നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ക്യാരീസ് എക്യുപ്മെന്റ് ടു അസിസ്റ്റ് വിത്ത് റിമൂവൽ ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ സാക്ക് ബോറോസ്, പ്ലാറ്റ്ഫോം ട്രോളീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യു ഹാവ് ജസ്റ്റ് റിട്ടേൺ ഫ്രം 1-2 വീക്സ് ആനുവൽ ലീവ്. അപ്പൊ നിങ്ങൾ ലീവിന് പോയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു 2 ആഴ്ചയാണ് ആനുവൽ ലീവ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ആഴ്ചയാണ് ആനുവൽ ലീവ് എന്ന് പറഞ്ഞു കിട്ടിയിരിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറവാണെന്ന് പറയാം. ഓക്കെ, കാരണം വർക്ക് ലോഡ് കൂടുതലാണ്. ആ ഒരു മെന്റൽ സ്ട്രെസ്സിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. 2 ആഴ്ചയിലല്ലോ, സാധാരണ 1 മന്ത് ഒക്കെയാണ് ആനുവൽ ലീവ് ആയിട്ട് കിട്ടുക. അപ്പൊ 2 ആഴ്ചയെ കിട്ടിയുള്ളൂ, അതൊരു അങ്ങനെ പറയാം. ഡ്യൂറിംഗ് യുവർ റെഗുലർ വീക്ക്ലി മീറ്റിംഗ് വിത്ത് ദ മാനേജർ, okay, they inform you that porter has been hurt while you were on leave. നിങ്ങൾ ലീവ് ആയിരുന്ന സമയത്ത് ഒരു പോർട്ടർ, ഒരു ലോഡിംഗ് അൺലോഡിംഗ് ആള് എന്ത് സംഭവിച്ചു, അയാൾക്ക് ഒരു അപകടം പറ്റി. while moving a piano at a client house, ഒരു വലിയൊരു പിയാനോ മൂവ് ചെയ്യുമ്പോൾ porter sustained a fractured ankle and has just been discharged from a stay in a hospital following surgery. കാല് ഫ്രാക്ചറായി. ഓക്കെ, അതിനുശേഷം എന്തായി, ഇയാൾ സർജറി ചെയ്യേണ്ടി വന്നു. പോർട്ടർ വിൽ ബി ഓഫ് വർക്ക് ഫോർ സെവറൽ മന്ത്സ്. പോർട്ടറാണ്, കാല് വയ്യാതെ ഇനി ലോഡ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം കുറെ മാസങ്ങളിലേക്ക് അയാൾ ലീവിലായിരിക്കും. ഇറ്റ് ഈസ് പോർട്ടബിൾ ദാറ്റ് ദർ വിൽ ബി എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ് ബിക്കോസ് ഓഫ് ദിസ് ആക്സിഡന്റ്. ആ ഒരു ആക്സിഡന്റ് കാരണം എന്താണ്, എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. Manager tells you that they believe the young, inexperienced porter was messing around. മാനേജർ പറയുകയാണെന്ന് യങ് ഇൻഎക്സ്പീരിയൻസ്ഡ് പോർട്ടർ ആണ്, മെസ്സിങ് അറൗണ്ട്. അവന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെസ്സിങ് അറൗണ്ട് എന്ന ഉദ്ദേശം കൊണ്ട് അതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ആസ് ദേ ആർ റെക്കോർഡ്സ് ഡിസ്ക്രൈബിംഗ് ദ പോർട്ടേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ പ്രീവിയസ് നിയർ മിസ് ഇൻസിഡൻസ്. അപ്പം ഇതിനു മുമ്പുള്ള നിയർ മിസ് ഇൻസിഡൻസിലൊക്കെ ഇവന്റെ പേരുണ്ട്. അപ്പൊ ഒരു ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്. ദ മാനേജർ ടെൽസ് യു ദാറ്റ് ദേ ബിലീവ് ദ യങ്
inexperienced porter was messing around, as there are records describing the porter's involvement in the previous near miss incidents. You are asked to carry out an investigation into the accident and provide a report to help ensure that lessons can be learned and similar accidents can be avoided in the future. This will be second accident in the last 3 months. ഇപ്പോൾ നിങ്ങളോട് ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ പറയാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. സോ നമുക്ക് ഈ ഒരു സംഭവം ആക്സിഡന്റ് എന്താണ്, സിമിലർ ആക്സിഡൻസ് നമുക്ക് ഇനി ഭാവിയിൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നു. ആൻഡ് ദസ് ദിസ് വിൽ ബി എ സെക്കൻഡ് ആക്സിഡന്റ്, രണ്ടാമത്തെ ആക്സിഡന്റ് ആണ് ലാസ്റ്റ് 3 മാസത്തിൽ. അപ്പോൾ ഏർലിയർ ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിച്ചത്? ഓക്കെ, ആ ഒരു ആക്സിഡന്റ് കഥയാണ് ഇനി പറയുന്നത്. ഇനി ആദ്യത്തെ നടന്ന ആക്സിഡന്റ് എങ്ങനെയാണുള്ളത്. ഏർലി ആക്സിഡന്റ് വാസ് വേറെ ഡ്രൈവർ ബ്രോക്ക് ദ റിസ്റ്റ് അസിസ്റ്റിംഗ് എ യങ് പോർട്ടർ വിത്ത് എ ഹെവി ഐറ്റം ഓഫ് ഫർണിച്ചർ. അതും ഒരു യങ് പോർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ്. മറ്റേ യങ് പോർട്ടർ അല്ല, വേറെ യങ് പോർട്ടറായിട്ട്. കൈ ഒടിഞ്ഞു, റിസ്റ്റ് ഒടിഞ്ഞു, ഒരു വലിയൊരു ലാർജ് ഫർണിച്ചർ ലിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് റിസൾട്ടഡ് ഇൻ ആൻ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ബീൻ ഇഷ്യൂഡ്. ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ആദ്യമേ ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വരുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ കട്ടിയുള്ള എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ആയിരിക്കും. ദ ഇൻജോർഡ് ഡ്രൈവർ ഓൾസോ പെർസ്യൂഡ് എ സിവിൽ ക്ലെയിം. ഒരു സിവിൽ ക്ലെയിമും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. യു സ്പീക്ക് ടു ദ റെലവന്റ് ഡ്രൈവർ അബൌട്ട് ദ ലേറ്റസ്റ്റ് ആക്സിഡന്റ്. നിങ്ങൾ ആരുമായിട്ട് സംസാരിച്ചു? റെലവന്റ് ഡ്രൈവറുമായിട്ട് സംസാരിച്ചു ലേറ്റസ്റ്റ് ആക്സിഡന്റിനെ കുറിച്ച്. ആൻഡ് ദേ മെയിൻറ്റെയിൻ ദി യങ് പോർട്ടർ വാസ് ആക്ടിംഗ് റെസ്പോൺസിബിളി അറ്റ് ദ ടൈം. The driver explained that access to the client house was limited. അങ്ങോട്ടേക്ക് കയറാനുള്ള വഴി ഭയങ്കര ചെറുതായിരുന്നു. ഓക്കെ, with a long gravelled driveway that was too narrow for the large removal vehicle to negotiate. എന്ന് വെച്ചാൽ ആ വീട്ടിലേക്ക് കയറുന്ന വഴി കല്ലിട്ട വഴിയായിരുന്നു. ഓക്കെ, കല്ലിട്ട വഴിയായിരുന്നു. അത് വലിയൊരു കല്ലിട്ട വഴിയായിരുന്നു. ഓക്കെ, നേരോ വഴിയായിരുന്നു. ഓക്കെ, ഭയങ്കര നേരോ ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. ലാർജ് റിമൂവൽ വെഹിക്കിൾ ടു നെഗോഷിയേറ്റ്. അപ്പോൾ വലിയൊരു വെഹിക്കിൾ റിമൂവലിന് എന്താ പറയുക, വലിയൊരു വെഹിക്കിളിന് അതിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആസ് എ റിസൾട്ട് ഐറ്റം നീഡ്സ് ടു ബി ക്യാരീഡ് എ സിഗ്നിഫിക്കന്റ് ഡിസ്റ്റൻസ് അലോങ് ദ ഡ്രൈവ് ടു വെയർ ദ റിമൂവൽ വെഹിക്കിൾ വാസ് പാർക്ക്ഡ്. ഇപ്പൊ എന്താണ്, വണ്ടി ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയില്ല, വണ്ടി പുറത്ത് കിടക്കുന്നത്. അപ്പൊ ആ സാധനം എന്ത് ചെയ്യണം, ആ വീട്ടിൽ നിന്ന് ആ ഗ്രേവൽ വഴിയിലൂടെ നടന്ന്, കൽവഴിയിലൂടെ നടന്ന് എവിടെയാ, നമ്മുടെ ഇവിടെ വണ്ടിക്കകത്ത് കയറ്റണം. Due to the gravelled driveway, the worker were unable to use the trolley to move the large piano. ട്രോളി ഉപയോഗിക്കാൻ പറ്റൂലായിരുന്നു. കാരണം എന്താ, ഗ്രേവൽഡ് ആണ്, കല്ലൊക്കെ ഇട്ട വഴിയാണ്. ആസ് എ റിസൾട്ട് ഇറ്റ് വാസ് എ ലോങ് ആൻഡ് ഡിഫിക്കൽട്ട് ജോബ് ടു ക്യാരി ഇറ്റ് ടു ദ റിമൂവൽ വെഹിക്കിൾ. ദ ഡ്രൈവർ ഫെൽറ്റ് ദാറ്റ് ദ ജോബ് നീഡഡ് ടു ബി ഡൺ ഡിഫറently, ഇൻക്ലൂഡിംഗ് മോർ വർക്കേഴ്സ് ബീങ് അലോക്കേറ്റഡ് ടു ദ ടാസ്ക്. അപ്പൊ എന്താണ്, ഡ്രൈവർക്ക് തോന്നുന്നു ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്, ഇത് ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റില്ലായിരുന്നു, കൂടുതൽ വർക്കേഴ്സ് ഈ വർക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം മേ ബി പണ്ട് മാനേജർ പോയി കണ്ട് എന്ന് പറയുന്നത് ഇവിടെ മേ ബി വന്ന് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ അയാൾ അസസ് ചെയ്തത് ഭയങ്കര പുവർ അസസിങ് ആയിരിക്കും ഈ ഒരു ഫാക്ടറിൽ, ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഡ്രൈവർ ചിന്തിക്കുകയാണ്, ലൈക്ക് ഇവിടെ ഇതിനേക്കാൾ ടഫായിട്ടുള്ള ഒരു റോഡാണ്, അവിടെ ഇതിൽ കൂടുതൽ ആൾക്കാർ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളത്. However, when they had phoned the office to express their concern, the manager told them to do their best as no one else was available to help at that time. അപ്പോൾ നമ്മുടെ ഇൻസഫിഷ്യന്റ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു സംഭവം മാനേജറെ വിളിച്ചു പറഞ്ഞു, ഇമീഡിയറ്റ്ലി തന്നെ റിപ്പോർട്ട് ചെയ്തു. മാനേജർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പരമാവധി ചെയ്യും, വേറെ സ്റ്റാഫ് ആരും ഇപ്പം ഇല്ല എന്ന്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. As a result, the workers felt pressurized to continue with the task. എന്തായാലും തീർക്കണമല്ലോ, തീർക്കാനാ പറഞ്ഞിരിക്കുന്നത്, ആ പരിപാടി എന്തായാലും തീർക്കണം. അങ്ങനെ എന്തായി, വർക്കേഴ്സ് എന്തായി, പ്രഷറായി വർക്ക് തീർക്കാൻ വേണ്ടി. ആകെ 2 പേരേ ഉള്ളൂ. They had managed to get the piano to the end of the drive when a porter collapsed in pain. അവർ ഒരു വിധം വണ്ടിയുടെ അടുത്ത് വരെ ഈ പിയാനോ എത്തിച്ചപ്പോഴേക്കും ഒരാളുടെ കൈ ഫ്രാക്ചറായി. കൈ ഫ്രാക്ചറായി. ആ പോർട്ടറുടെ എന്താ പറയാ, കൈ ഫ്രാക്ചറായി, പിയാനോ ഇതായി, കൊളാപ്സ് ആയി. ദ ഡ്രൈവർ യൂസ് their personal mobile phone to call for an ambulance and the porter was admitted to the hospital. ഡ്രൈവർ എന്ത് ചെയ്തു, ഡ്രൈവർ
പേഴ്സണൽ മൊബൈൽ ഫോൺ. അപ്പോൾ ഓഫീസ് മൊബൈൽ ഫോൺ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പേഴ്സണൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു ആംബുലൻസിനെ വിളിച്ച് എവിടെയാ, ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കി. On informing the office of the accident, second work crew were redirected to the house to complete the removal. അപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു, സെക്കൻഡ് വർക്ക് ക്രൂവിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ കൈൻഡ് ഓഫ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് കൾച്ചറാന്ന് പറയാം. വെയർ ഹൗസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഉള്ളിൽ പോസിറ്റീവ് കൾച്ചറാന്ന് പറയാം. പുറത്തേക്ക് ആൾക്കാരില്ല, എന്താ പറയുക, കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരില്ല, ആൾക്കാരെ അനുവദിക്കുന്നില്ല. അത് വേണമെങ്കിൽ മാനേജറുടെ ഒരു നെഗറ്റീവ് ഇതായിട്ട് നമുക്ക് പറയാം. The driver is quite angry about the accident. They tell you that they see frequent examples of where the management seem more concerned about getting the job done rather than than they are with the workers' health and safety. ഒരു മാനേജ്മെന്റ് ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എന്താണ് ഒരു നെഗറ്റീവ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ, സേയിങ് വൺ തിങ് ആൻഡ് ഡൂയിങ് അനദർ തിങ് എന്നില്ലേ, ആ ഒരു ചിന്താഗതിയുള്ള മാനേജ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് വർക്കേഴ്സിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, അവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതാണ് ഡൂയിങ് വൺ തിങ് ആൻഡ് സേയിങ് അനദർ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും എന്താണ്, മാനേജ്മെന്റ് സീം മോർ കൺസേൺഡ് അബൌട്ട് ഗെറ്റിംഗ് ദ ജോബ് ഡൺ ആൻഡ് ദേ ആർ വിത്ത് വർക്കേഴ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ദ ഡ്രൈവേഴ്സ് ഹാസ് previously complained about not enough people being allocated to large or difficult jobs. ഡ്രൈവർ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രീവിയസ്ലി കംപ്ലൈൻഡ് അബൌട്ട് നോട്ട് ഇനഫ് പീപ്പിൾ ഇല്ല എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡ്രൈവർ ഇതിനു മുമ്പും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാരില്ല എന്നുള്ളത്. ആൻഡ് ദേ ഡു നോട്ട് തിങ്ക് ദ മാനേജ്മെന്റ് ഈസ് ഫുള്ളി അപ്രീഷിയേറ്റ് ദ ഡിഫിക്കൽട്ടീസ് വർക്കർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവര് വർക്കേഴ്സിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റാഫ് ടേൺ ഓവർ ഒക്കെ, പോർട്ടേഴ്സിന്റെ ടേൺ ഓവർ ഒക്കെ കൂടുതലാണെന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ ബിലീവ് ദാറ്റ് ദ മാനേജ്മെന്റ് ഹാവ് നെവർ ആക്ച്വലി carried out a removal and they do not consult sufficient with the workers about jobs. അപ്പോൾ അവർ ചിന്തിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയാണ് എന്ത്, കൺസൾട്ടേഷൻ ഭയങ്കര വീക്ക് ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, വെയർ ഹൗസിലൊക്കെ പോസിറ്റീവ് ആണ്, പക്ഷെ പുറത്തേക്കുള്ളത് നെഗറ്റീവ് ആയിട്ട് വരുന്നു. As a part of your investigation, you analyze both the generic risk assessment and the safe system of work for removal on domestic premises. ജനറിക് ആണ്, റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ടുണ്ട്, സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ട്, പക്ഷെ അത് ഫൗണ്ട് ടു ബി ജനറിക്. ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ ബേസ് ചെയ്തിട്ടല്ല അവര് റിസ്ക് അസസ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ജനറൽ ആയിട്ടുള്ള എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള, ഈ സൈറ്റും ആ സൈറ്റും എല്ലാ സൈറ്റിലും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള റിസ്ക് അസസ്മെന്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് യു നോട്ടീസ് ദാറ്റ് ബോത്ത് ഡോക്യുമെന്റ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് 5 years ago. 5 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ റിസ്ക് അസസ്മെന്റും സേഫ് സിസ്റ്റം ഓഫ് വർക്കാണ്. അത് പിന്നെ റിവ്യൂ ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. You advise the manager that these documents need reviewing as a matter of urgency. പെട്ടെന്ന് തന്നെ അത് റിവ്യൂ ചെയ്യണമെന്ന് പറയണം, കാരണം ഔട്ട്ഡേറ്റഡ് ആണ്. And manager asks for your assistance in reviewing these documents. You also take the opportunity to bring the manager's attention the importance of prioritizing health and safety. You highlight the worrying trend of increased lost time of workers. കാരണം അപകടങ്ങൾ സംഭവിക്കുന്നു, അപ്പോൾ ലോസ്റ്റ് ടൈം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. An increase in the recent accidents and the fact that subsequent investigation incur a greater cost to the company. എങ്ങനെയാ, സിവിൽ ക്ലെയിം. കാരണം ആക്സിഡൻസ് സംഭവിക്കുന്നു, ലോസ് ടൈം സംഭവിക്കുന്നു, അപ്പോൾ സിക്ക് പേ കൊടുക്കണം, ബാക്കിയുള്ള പേയ്മെന്റ് ഒക്കെ കൊടുക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ കമ്പനി മീൻസ് ഒരു കോസ്റ്റ്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഇങ്ങനെ മന്ത്ലി ഈ ഒരു പരിപാടി ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. സിവിൽ ക്ലെയിം ഈസ് എക്സ്പെക്ടഡ് ഡ്യൂ ടു ദ ലേറ്റസ്റ്റ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കുറെ പോസിറ്റീവ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം കുറെ പോസിറ്റീവ് ഉണ്ട്, പിന്നെ കുറെ നെഗറ്റീവും ഉണ്ട്. ആ ഒരു തരത്തിലാണ് ഈ സിനാരിയോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, ടാസ്ക് 1, ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കോസ് ഓഫ് ആക്സിഡന്റ് എന്ന് പറയും. കോസ് ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്താ, ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി വാട്ട് മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് കുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ആക്സിഡന്റ് എന്നുള്ളത്. വാട്ട് മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് എന്തൊക്കെയാ വരിക, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ കണ്ടന്റ് ഉണ്ട്. മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് എലമെന്റ് 4 ലാസ്റ്റ് വരുന്നുണ്ട്. ആ പോയിന്റ്സിന് നമ്മൾ സിനാരിയോ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ല, യങ് പീപ്പിൾസ് ആണെന്ന് പറയാം. റിസ്ക് അസസ്മെന്റ് കൃത്യമായിട്ട് നടന്നിട്ടില്ല, സൂപ്പർവിഷൻ ഉണ്ടായിരുന്നില്ല, ലാക്ക് ഓഫ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഫെയിലിയേഴ്സ് അല്ലേ. അങ്ങനെയുള്ള കണ്ടന്റ്സ് ആണ് അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. വാട്ട് മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് കുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ആക്സിഡന്റ് എന്നുള്ളത്.
What management failures? Management failures എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ നമുക്ക് എഴുതാം. ഓഫൺ റൂട്ട് കോസ് വിൽ ബി ഫെയിലിയർ ടു അഡിക്വേറ്റ്ലി സൂപ്പർവൈസ് ദ വർക്ക്. അത് നമ്മൾ സിനാരിയോ കൊടുക്കാം. PPE പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയാം. PPE ഓക്കെ പറയാം. അഡിക്വേറ്റ് ട്രെയിനിങ് ഇല്ല പറയാം. മെയിൻ്റനൻസിൻ്റെ ഇല്ലെന്ന് തോന്നുന്നു. ഇൻസ്പെക്ഷൻസ് പറയാം. റിസ്ക് അസസ്മെന്റ് ഇല്ലാന്ന് പറയാം. ഇനി ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നോ ട്രെയിനിങ് ടു ഡ്രൈവർ കൊടുത്തിട്ടില്ല. പിന്നെ ഇൻജക്ഷൻ ട്രെയിനിങ് വെരി ലെസ് ആയിരുന്നു എന്ന് പറയാം. പോർ മെയിൻ്റനൻസ് ഓഫ് ട്രക്കിനെ കുറിച്ച് പറയാണെന്നില്ല. റിഫ്രഷർ ട്രെയിനിങ് ഫോർ പോർട്ടറിന് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അഡിക്വേറ്റ്ലി ആൾക്കാരെ നിയമിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. ആ ഒരു കണ്ടന്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നോ പ്രോപ്പർ സൂപ്പർവിഷൻ പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ ടു ദ വർക്കേഴ്സ്. ജനറിക് റിസ്ക് അസസ്മെന്റ് പറയാം. വർക്ക് അലോട്ട്മെന്റ് ബൈ ദ മാനേജ്മെന്റ് അത് പറയാം. വർക്ക് ലോഡിനെ കുറിച്ച് പറയാം. റിസ്ക് അസസ്മെന്റ് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാം. കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. കംപ്ലൈൻസ് റെസ്പോൺസ് വന്നിട്ടില്ല എന്ന് പറയാം. ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഫെയിലിയേഴ്സ് അല്ലേ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യാണ്ടിരുന്നത്. മറ്റേ ഡൂയിങ് വൺ തിങ് അനദർ തിങ് എന്നൊക്കെ പറയാം. കൺസൾട്ടേഷൻ ഇല്ല. ഔട്ട്ഡേറ്റഡ് റിസ്ക് അസസ്മെന്റ് ഓക്കെ. ഇൻഅപ്രോപ്രിയേറ്റ് വർക്ക് എക്യുപ്മെന്റ് ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ വരുന്ന കാര്യങ്ങളാണ്. മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് എന്ന രീതിയിൽ പറയാൻ വരുന്ന കാര്യങ്ങളാണ്. There are many management failures that could have contributed to the accident. Lack of poor planning done by the manager. പറയാം. Plan should have created before the planning piano. അല്ലേ. Job with the scenario workers are aware of before lifting. Scenario piano lifting work there is a lack of adequate supervision പറഞ്ഞിട്ടില്ല. നേരത്തെ സംഭവം സിനാരിയോ വർക്കേഴ്സ് പ്രഷറൈസ് ചെയ്യുന്നു. എങ്ങനെ ഇൻഎക്സ്പീരിയൻസ് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പിന്നെ company having varying size of vehicle they should have provided with the right equipment പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതായത് വലിയ വണ്ടിയാണ് അവിടെ കൊടുത്തത്. ചെറിയ വണ്ടി കൊണ്ട് എടുത്തുകൊണ്ട് പോകായിരുന്നു. ഇൻഡക്ഷൻ ട്രെയിനിങ് വളരെ ചെറുതാണ്. ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇൻവെസ്റ്റിഗേറ്റ് നിയർ മിസ്. ജനറിക് റിസ്ക് അസസ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. റീസൺ ആണ്. പിന്നെ management failed in many aspects for implementing good health and safety inside the organization. Failed to provide adequate supervision to workers. ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നതാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. അതെല്ലാവരും മൂന്ന് തരത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. The driver felt that the job needed to be done differently, including more workers allocated to the task. Supervisors on the site. Adequate training ഇല്ല. ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്. റിസ്ക് അസസ്മെന്റ് പഴയതാണ്. മാനേജർ failed to inspect the work പറയാം. ജോബിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഹൈ ലെവൽ ഓഫ് ടേൺ ഓവർ സപ്പോർട്ടേഴ്സ് ഓക്കെ. അത് വർക്കിംഗ് കണ്ടീഷൻ സൂപ്പർ അല്ല എന്ന് പറയാം. യങ് ഇൻ എക്സ്പീരിയൻസ് മെസ്സിങ് അറൌണ്ട് ഓക്കെ. ഇൻവോൾവ്മെന്റ് പ്രീവിയസ് ഇയർ ഓക്കെ. ബ്ലെയിം കൾച്ചർ ഉണ്ടെന്ന് പറയാം. മാനേജ്മെന്റ് ഫെയിലിയർ അല്ലേ. ഫോണ്ട് ദ ഓഫീസ് ടു എക്സ്പ്രസ് ദെയർ കൺസേൺ റിഗാർഡിംഗ് ദ മെറ്റീരിയൽ. റിയാക്റ്റീവ് മോണിറ്ററിംഗ് ഇല്ല എന്ന് പറയാം. അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ദ ആക്സിഡൻസ്. വൈ മസ്റ്റ് ദ മോസ്റ്റ് റീസെന്റ് ആക്സിഡന്റ് ബി റിപ്പോർട്ടഡ് ബൈ ദ എംപ്ലോയർ ടു ദ കോമ്പറ്റന്റ് അതോറിറ്റി. എന്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ആൻഡ് ഹൗ വുഡ് യു നോട്ടിഫൈ. എങ്ങനെയാണ് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത്. എന്തിനായിരിക്കണം ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഹൗ വുഡ് യു നോട്ടിഫൈ. എങ്ങനെയായിരിക്കും ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. എങ്ങനെയാ. ലൈക്ക് ആസ് പെർ ദ റിഡോർ എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് ഓഫ് ഇഞ്ചുറീസ് ഡിസീസ് ആൻഡ് ഡേഞ്ചറസ് ഒക്കറൻസ്. സം ടൈപ്സ് ഓഫ് ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ എക്സ്റ്റേണൽ അതോറിറ്റീസ്. അത് ഒരു പോളിസി പ്രകാരം എന്താണ് എക്സ്റ്റേണൽ അതോറിറ്റീസിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പിന്നെയോ ഓക്കെ. നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ക്ലെയിം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എവിടുന്ന ഓക്കെ. ഹെൻസ് ഡ്യൂ ടു ദ അബവ് റീസൺസ് ലേറ്റസ്റ്റ് ആക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു കോമ്പറ്റന്റ് അതോറിറ്റി. ആ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സെവറൽ റീസൺസ് ഫോർ റിപ്പോർട്ടിംഗ് ദ ആക്സിഡന്റ് ടു കോമ്പറ്റന്റ് അതോറിറ്റീസ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ലോസ്റ്റ് ടൈം ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താ ലീഗൽ റിക്വയർമെന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ടു റിപ്പോർട്ട് എനി ആക്സിഡന്റ്സ് എന്ന് പറയുന്നത്. വർക്കേഴ്സ് സിവിൽ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ റെഫറൻസ് ഫോർ ദ ഫർദർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ
പോളിസി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം അല്ലേ. പോളിസി റിസ്ക് അസസ്മെന്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്താലേ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്ക് പോളിസി റിസ്ക് അസസ്മെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. രണ്ടാമത്തെ ക്വസ്റ്റൻ എങ്ങനെയാണ് അറിയിക്കുക എന്നുള്ളത്. ലൈക്ക് റിട്ടേൺ ആയിട്ട് അറിയിക്കാം. ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ ദ എംപ്ലോയർ ഷുഡ് പ്രിപ്പയർ റിട്ടേൺ ബ്രീഫ് ആക്സിഡന്റ് റിപ്പോർട്ട് ഫ്രം ദ കണ്ടെയ്നിങ് ഡേറ്റ്, ലൊക്കേഷൻ, വിറ്റ്നസ്, സൈറ്റ് കണ്ടീഷൻസ്, പേഴ്സൺസ് ഇൻജോർഡ് വിത്ത് കമ്പനി അതോറിറ്റി സിഗ്നേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എംപ്ലോയർ മസ്റ്റ് ഇൻമേറ്റ് ദ ഇൻഷുറൻസ് ഏജൻസി ത്രൂ ഇമെയിൽ വഴി ഇൻഷുറൻസ് ഏജൻസിനെ അറിയിക്കാം. ആർക്കൊക്കെയാണെന്ന് അറിയിക്കുന്നത് നോക്കണ്ടേ, റെലവന്റ് അതോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള അതോറിറ്റീസ് അവിടെ വരാം. എൻഫോഴ്സ്മെന്റ് അതോറിറ്റി വരാം, ഇൻഷുറൻസ് വരാം, എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സ് വരാം. അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ടല്ലോ. ലോക്കൽ പോലീസ് അതോറിറ്റീസ് വരും. ലോക്കൽ പോലീസ് അതോറിറ്റീസ് നമുക്ക് എങ്ങനെയാ ഫോൺ വിളിച്ച് പറയാം. പിന്നെ ഗവൺമെന്റ് അതോറിറ്റീസിന് നമുക്ക് ഡോക്യുമെന്റഡ് ആയിട്ട് ലെറ്റർ വെച്ചിട്ട് അയക്കാം. അപ്പൊ എങ്ങനെ അറിയിക്കാം എന്നുള്ള സംഭവമാണ്. എങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നതാണ്. അതിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ആ സെക്കൻഡ് ബിയിലുള്ള ക്വസ്റ്റനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ആ സിനാരിയോ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആർക്കൊക്കെയാണ് അറിയിക്കുക, ഏതൊക്കെ ആൾക്കാർക്കാണ് അറിയിക്കുക എന്നുള്ളത് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. 2B എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാ കോമ്പീറ്റന്റ് അതോറിറ്റി ഫോണിലൂടെ അറിയിക്കുന്നു. പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പേഴ്സിലൂടെ നമ്മൾ ആരെ അറിയിക്കുന്നു, മറ്റേ എമർജൻസി സർവീസ്, മെഡിക്കൽ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ. പിന്നെ നോട്ടിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കോമ്പീറ്റന്റ് അതോറിറ്റി ക്യാൻ ബി നോട്ടിഫൈഡ് ത്രൂ ഇമെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്സ്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അറിയിക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്നുള്ളതാണ് ആ സെക്കൻഡ് ക്വസ്റ്റനിൽ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൂട്ടബിലിറ്റി ഓഫ് ജനറിക് റിസ്ക് അസസ്മെന്റ് ആണ്. ബേസ്ഡ് ഓൺ ദ സിനാരിയോ ഓൺലി ഓൺ കമന്റ് ഓൺ കമ്പനീസ് അപ്രോച്ച് ടു അസസിംഗ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക്. കമ്പനിയുടെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് അസസ് ചെയ്യുന്നതിനോട് കമ്പനിയുടെ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളത്, അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്നുള്ളത്, റിസ്ക് അസസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയാ റിസ്ക് അസസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് കുറച്ചൊക്കെ അസസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം, കുറച്ചൊക്കെ അസസ് ചെയ്യുന്നില്ല എന്ന് പറയാം. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് മിക്സ് ചെയ്ത് പറയേണ്ടി വരും. കാരണം വെയർ ഹൗസിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് അസസ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ സെഗ്രിഗേഷൻ ഉണ്ട്, പെഡസ്ട്രിയൻ വേ ഉണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സൈറ്റിലേക്ക് ഇവിടെ പോകുമ്പോഴേക്കും പ്രോപ്പറായിട്ട് റിസ്ക് അസസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ദ കമ്പനീസ് അപ്രോച്ച് ടുവേർഡ്സ് മാനേജിംഗ് ദ റിസ്ക് and safety risk is visible in the following findings. Appointing a young person in a high work pressure job demonstrates risk is not managed appropriately. അല്ലേ, അത് പറയാൻ പറ്റും. സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് ഇല്ല. കാരണം സ്പെസിഫിക് യങ് പീപ്പിൾസ് വരുമ്പോൾ എന്താണ്, നമ്മൾ സ്പെസിഫിക് റിസ്ക് അസസ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. അപ്പൊ അത് ചെയ്തിട്ടില്ല. മാനേജിംഗ് ദ റിസ്ക് ലെവൽ ഇസ് ക്വൈറ്റ് വെൽ ഇൻ ദ വെയർ ഹൗസിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് പുവർ റിസ്ക് മാനേജ്മെന്റ് ഫോർ ദ റിമൂവൽ ആക്ടിവിറ്റീസ് also demonstrate that the poor risk evaluation of the management. അവിടെ ചെയ്തിട്ടില്ല. വെയർ ഹൗസിൽ നല്ലതാണ്, പക്ഷെ പുറത്തേക്ക് ചെയ്തിട്ടില്ല. Inspection in the warehouse and remote removal, but lack of appropriate supervision in the remote activities again indicates poor risk management. ഇല്ല, അവിടെ കൊടുത്തിട്ടില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റിസ്ക് അസസ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈവൻ ദ ഔട്ട്ഡേറ്റഡ് സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഷോസ് ദ മാനേജ്മെന്റ് ഫെയിലിയർ ടു ഇൻഡിക്കേറ്റ് റിസ്ക് ആൻഡ് പ്രയോറിറ്റീസ് ദ സെയിം. പഴയതായിട്ടുള്ള റിസ്ക് അസസ്മെന്റ് ആണ് ചെയ്യുന്നത്. പിന്നെന്താ, പുവർ പെർഫോമൻസ് ഔട്ട്ഡേറ്റഡ് ആണ്. ഡിലേ ഇൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കുറെ സമയം എടുത്തു. കാരണം എന്താ, 2 weeks കഴിഞ്ഞതിന് ശേഷം അയാൾ വന്നിട്ടാണ് പറയുന്നത് അല്ലെ. 2 weeks കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് പറയുന്നത്. Which is very clear that the fact that the investigation has been initiated only after myself, that is HSE advisor, return to work. അതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. റെസ്പോൺസ് ഇല്ല. ഏതാ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ എന്തായി, റെസ്പോൺസ് പറയുന്നില്ല. ഫെയിലിയർ ടു മാനേജ് ദ റിസ്ക് ആണ്. ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വീക്കാണ്. പുവർ റിസ്ക് മാനേജ്മെന്റ് അപ്രോച്ച് ബൈ ദ കമ്പനി. സഫീഷ്യന്റ് നമ്പേഴ്സ് ഇല്ല, അതൊരു റിസ്കിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് മാനേജ്മെന്റ്, അത് നമ്മളൊരു ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നത്. ഫ്രം ദ അബവ് ഫൈൻഡിങ്സ് it is very clear that the management has to fail, recognize, evaluate, prioritize and manage the appropriate risk present in the organization എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ
നമ്മൾ പോയിന്റ്സ് എഴുതി ഓൾമോസ്റ്റ് 1 2 3 4 5 6 7 8 9 10 പോയിന്റ്. ഓക്കെ, 10 പോയിന്റ് എഴുതി ഒരു കൺക്ലൂഷൻ കൊടുത്തു, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു കൺക്ലൂഷൻ. ഓക്കെ, മതി. ഒരു 7-8 മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. നമ്മൾ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡൗട്ട്ഫുൾ ആയിരിക്കും. നമ്മളിപ്പം അതിൽ 12 പോയിന്റ് എഴുതേണ്ടി വരും, നമുക്ക് കൂടുതൽ എഴുതേണ്ടി വരും. നമ്മൾ അങ്ങനെ നെബോഷ് അങ്ങനെ ഫുൾ മാർക്ക് അങ്ങനെ കൊടുക്കാറില്ല. അപ്പം അതിൽ നിന്ന് ലൈക്ക് ഒരു 12 പോയിന്റ് എഴുതുകയാണെങ്കിൽ നമുക്കൊരു 9 മാർക്കിനുള്ള സ്കോപ്പ് എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ 1-2 പോയിന്റ്സ് ഒക്കെ തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നോക്കുക. മിനിമം നമ്മൾ മാർക്ക് എത്രയാണോ ആ മാർക്കിന്റെ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കാം, നമ്പർ ഓഫ് പോയിന്റ്സ്. ഓക്കെ, ആ ഒരു സംഭവം കൂടി ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ 20 മാർക്കാണെങ്കിൽ പരമാവധി 20 പോയിന്റ്സ്. അത് ഞാൻ ഒരു വട്ടം പറഞ്ഞതാണ്, നമ്മൾ വലിയൊരു പാരഗ്രാഫ് എഴുതുന്നതിനേക്കാൾ നല്ലത് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോയിന്റ് വൈസ് ആക്കി എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ 20 മാർക്കാണെങ്കിൽ 20 പോയിന്റ്സിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളത്. ഒരു പോയിന്റിൽ തന്നെ എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് പല പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും. അവർക്ക് വായിക്കുമ്പോൾ ജസ്റ്റ് മേ ബി ഫ്രം ഫസ്റ്റ് ലുക്കിൽ അവർ കൗണ്ട് ചെയ്ത് നോക്കുന്നുണ്ടാവും എത്ര പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഒരു ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ അത് ഒന്ന് നോക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ടാസ്ക് 4 എന്ന് പറയുന്നത്. ടാസ്ക് 4 എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ദ ഓർഗനൈസേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ. കൾച്ചർ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് ഒരുവിധപ്പെട്ട എല്ലായിടത്തും ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് അപ്പിയർ ടു ബി ദ പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ അറ്റ് ദ റിമൂവൽ കമ്മിറ്റി. പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും അവിടെ നമ്മൾ നെഗറ്റീവ് ഉള്ള കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുക എന്നുള്ളത്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? പ്രസൻസ് ഓഫ് ആൻ HSC അഡ്വൈസർ ഇൻ ദ ഓർഗനൈസേഷൻ. അല്ലെ, നമ്മൾ ഓൾറെഡി HSC അഡ്വൈസർ തന്നെ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്കത് പറയാൻ പറ്റും. ഇൻഡക്ഷൻ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറുതാണെങ്കിൽ ആയിക്കോട്ടെ, ബട്ട് ഇൻഡക്ഷൻ ട്രെയിനിങ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡേഴ്സ് ഉണ്ട്, കോമ്പീറ്റന്റ് ആണ്, ട്രെയിൻഡ് ആണ്. എക്സ്പയർഡ് മെഡിസിൻസിനെയൊക്കെ എന്താണ് അപ്പൊ തന്നെ അവർ റീഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. വെയർ ഹൗസിൽ പ്രൊവിഷൻ ഓഫ് സേഫ് വർക്ക് പ്ലേസ് സച്ച് എസ് വെയർ ഹൗസിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്രോപ്രിയറ്റ്ലി മാർക്ക്ഡ് പാത്വേസ് ഉണ്ട്, പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ്. വൈഡ് എൻട്രി ഉണ്ട്, അല്ലെ, വൈഡ് എൻട്രി ആയിട്ടുള്ള ഒരു ഓപ്പൺ ഗേറ്റ് ഉണ്ട്. എക്യുപ്മെന്റ്സ് ടു ക്യാരി ഔട്ട് ഏതാ വെഹിക്കിൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ മാനുവൽ ഹാൻഡ്ലിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെന്റ് വെഹിക്കിൾസ്, മറ്റേ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്യുപ്മെന്റ്സും ഉണ്ട്. ഹൈ മൊറേലെ ഓഫ് വർക്കർ വർക്കിംഗ് ഇൻ ദ വെയർ ഹൗസ് ഇസ് ക്ലിയർലി എ ഫാക്ട്. അല്ലെ, അവിടെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സ്റ്റാഫ് ടേൺ ഓവർ കുറവാണ്, നല്ല മൊറേലയുണ്ട്. ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കംപ്ലൈൻസ് ചോദിക്കുന്നുണ്ട്, അവിടെ ഉള്ള ഓരോ വർക്കേഴ്സുമായിട്ട് കൺസൾട്ടേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വെയർ ഹൗസിലാട്ടോ, അങ്ങനെ നമ്മൾ എടുത്ത് എഴുതണം. ഗുഡ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് വെയർ ഹൗസിൽ നടക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് വെയർ ഹൗസിൽ നടക്കുന്നുണ്ട്. സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ട്. ഈവൻ ദോ ഇറ്റ് ഇസ് ഔട്ട്ഡേറ്റഡ് ഇറ്റ് ഷോസ് എ പോസിറ്റീവ് ഇൻഡിക്കേറ്റർ. ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷെ സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ടല്ലോ, അതിന് നമുക്ക് അങ്ങനെ പറയാം. എക്സ്റ്റേണൽ ട്രെയിനിങ് ആൾക്കാരെ വന്നിട്ട് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. WRU വെൽഡേഴ്സിന്റെ MSDSന്റെ ഒക്കെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് അല്ലെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിലും അത് കണ്ടക്ട് ചെയ്യുന്നെന്ന് പറയാം. കൺസൾട്ടേഷൻസ് ഉള്ളിൽ നടക്കുന്നുണ്ട്. സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ഉണ്ട്, പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. ലൈറ്റിംഗ് ഇൻ ദ വെയർ ഹൗസ് ഓൾസോ പോസിറ്റീവ് ഇൻഡിക്കേറ്റർ. ഗുഡ് ഹൗസ് കീപ്പിംഗ് എവിടെയാ, ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാം, പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇത്രയും ഈ പോയിന്റ്സിനെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതാമെന്ന് എനിക്ക് സജഷൻസ് ഉണ്ട്. ഇത്രയും എഴുതണമെന്നല്ല, കുറച്ചും കൂടി കൂടുതൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഷുവർ ആവാൻ പറ്റും. പിന്നെയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസിംഗ് ദ മോറൽ റീസൺസ് ഫോർ മാനേജിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. കമന്റ് ഓൺ കമ്പനീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. മോറൽസിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ കമന്റ്സ് നമ്മൾ കണ്ടു, ഫിനാൻഷ്യൽ റീസൺസ് ഫോർ മാനേജിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ലീഗൽ റീസൺസ് ഫോർ മാനേജിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതുപോലത്തെ ഒരു സംഭവമാണ് മോറൽ റീസൺസ് ഫോർ മാനേജിംഗ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. മോറൽ റീസൺസ് ഫോർ മാനേജിംഗ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ മോറൽസ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ ഷുവർലി നമ്മുടെ ആ നെഗറ്റീവ് ആസ്പെക്ട്സിൽ ആ സംഭവം തന്നെ നമ്മൾ ഫിനാൻഷ്യൽ റീസൺസ് എഴുതിയില്ല, അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന കോൺസിക്വൻസ് ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോറൽ ഓഫ് ദ കമ്പനീസ് വിസിബിൾ ബൈ ഫോളോയിങ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അവരുടെ ഫാമിലിനെ ഫ്രണ്ട്സിനെ ഒക്കെ. നമ്മൾ GC2 ആദ്യത്തെ കണ്ടന്റ് എഴുതൂലേ പാർട്ട് 3. അപ്പൊ സെയിം ആസ്പെക്ട്സിലൂടെ തന്നെ ഇതിനെ കാണുക എന്നുള്ളതാണ്.
ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു മൊറയിലാണ്, വർക്കർ മൊറയിൽ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കൺസൾട്ടേഷൻ, മുകളിൽ എഴുതിയിരിക്കുന്ന പോയിന്റ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മാറ്റി എഴുതുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ റിസ്ക് അസസ്മെന്റ്, ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് വർക്കർ മൊറയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഹാപ്പി ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചിന്താഗതിയിൽ എഴുതാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ വർക്കർ മൊറയിൽ കുറയും, കോൺസിക്വൻസസ് ഉണ്ടാകും, ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ എഫക്ട് ചെയ്യും, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ലീഗലിലേക്ക് ബ്രോഡ് ആവേണ്ട ആവശ്യമില്ല, ഫിനാൻഷ്യലിലേക്കും ബ്രോഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വർക്കർ മൊറയിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് പറയാം. അങ്ങനെ നമ്മൾ ഈ ഒരു കണ്ടന്റിൽ നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ലൈക്ക് ഫിനാൻഷ്യൽ റീസൺസ് ഫോർ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ലീഗൽ റീസൺസ് ഫോർ മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, സെയിം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നമ്മൾ ഇതിനെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സെയിം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജർ എന്ന് പറയുന്നത്. വിത്തിൻ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, the role of manager has specific health and safety responsibilities for assessing the removal requirements. What could be done to help ensure manager is more effective in carrying out health and safety roles and responsibilities? എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് കൊടുക്കാൻ പറ്റുക? അതാണ് വാട്ട് കുഡ് ബി ഡൺ ടു ഹെൽപ്പ് എൻഷുർ എന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, പുള്ളിയെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട്, പുള്ളിയെ കുറച്ചും കൂടി കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട്. റെലവന്റ് ഇൻഫർമേഷൻ ആണ്, അപ്പൊ നമുക്ക് കുറെ പുറത്തുനിന്നൊക്കെ എടുത്ത് എഴുതാം. ഫോളോയിങ് ക്യാൻ ബി ഡൺ ടു എൻഷുർ ദാറ്റ് മാനേജർ ഈസ് മോർ എഫക്റ്റീവ് ഇൻ ക്യാരിയിങ് ഔട്ട് ദെയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ്? ആർക്കാ? മാനേജർക്ക് സജഷൻസ് കൊടുക്കുകയാണ്. എങ്ങനെയാ? മാനേജർ ഹാസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് അപ്രോപ്രിയേറ്റ് അവയർനെസ് ട്രെയിനിങ് റിഗാർഡിംഗ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഒരു ട്രെയിനിങ് കൊടുക്കാന്ന് പറയാം. പിന്നെയോ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാം, അല്ലെ? മാനേജ്മെന്റ് ലീഡർഷിപ്പ് സ്കില്ല് കുറച്ച് കുറവാണ്, അത് പറയാം. അവിടെ കൺസൾട്ടേഷൻ കുറച്ച് കുറവാണ്, പുറത്ത് റിമൂവൽ സൈറ്റിൽ പോകുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് പറയാം. ലീഡർഷിപ്പിനെ കുറിച്ച് പറയാം. കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഓഫ് അലോക്കേറ്റിംഗ് മാൻ പവർ, അതിനെ കുറിച്ച് പറയാം. പിന്നെ ഓപ്പൺ ഡോർ പോളിസീസ് ദാറ്റ് കൺസേൺസ് മാനേജർ ക്യാൻ ബി സോൾവ് അറ്റ് ദ ഏർലിയസ്റ്റ്. കുറച്ചും കൂടി പെട്ടെന്ന് എന്താ പറയുക, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സംഭവം അത് പറഞ്ഞു കൊടുക്കാം. പ്ലാനിങ് കുറവാണല്ലോ, അതിന്റെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ ലാസ്റ്റ്. ഭയങ്കര ബിസിയാന്ന് പറയുന്നുണ്ട്, പിന്നെ ആൾക്കാരില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം, ആ ഒരു സംഭവം പറയാം. പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിന്റെ ഒരു കോഴ്സ് കോൺടാക്ട് ചെയ്യാം. കൺസൾട്ടേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാം. മോറൽ ലീഗൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ബ്ലെയിം കൾച്ചർ ഒഴിവാക്കുന്ന കാര്യങ്ങളെ പറയാം. പിന്നെ ഓക്കെ, ഇഫ് ദീസ് തിങ്സ് ആർ ഡൺ ക്യാൻ എഫക്റ്റീവ്ലി ഫുൾഫിൽ ഹിസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനും കൊടുക്കുന്നു. അതാണ് ഈ ഒരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മാനേജർ എന്ന് പറയുന്നത്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മാനേജർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സജഷൻസ് നിങ്ങൾക്ക് ആ മാനേജറെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് ആ മാനേജറുടെ കണ്ടിട്ട് എന്തൊക്കെയാണ് കൂടുതൽ അയാളെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏഴാമത്തത്, റിവ്യൂവിംഗ് ദ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ്സ്. യു വെർ ആസ്ക്ഡ് ടു റിവ്യൂ ദ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ്സ് അറ്റ് ദ റിമൂവൽ കമ്പനി. വാട്ട് വുഡ് യു കൺസിഡർ ഇൻ യുവർ റിവ്യൂ ടു ഡിറ്റർമൈൻ ഇഫ് ദ ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻ ഇസ് റിയലിസ്റ്റിക് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് അറ്റ് ദ വെയർ ഹൗസ്? എന്തൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇനി എലമെന്റ് 3 കിടക്കുന്നുണ്ടാവും, എലമെന്റ് 3 ലാസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ഓഗസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിരിക്കുന്ന സെയിം സാധനം തന്നെ. ജനറൽ റിസ്ക് ലെവൽ ഓഫ് വർക്ക്, ഇതൊക്കെ വാട്ട് കുഡ് യു കൺസിഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സെയിം കണ്ടന്റ് തന്നെ. ഫാക്ടേഴ്സ് ടു കൺസർവ് ആൻഡ് ഡിസൈഡിംഗ് ദ ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ സെയിം സാധനം തന്നെ. ജനറൽ റിസ്ക് ലെവൽ ഓഫ് ദ വർക്ക് പ്ലേസ്, ഹസാർഡ് പ്രസന്റ് ഇൻ ദ വർക്ക് പ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി, സ്പെസിഫിക് പ്രൊസീജിയേഴ്സ്, പ്രസൻസ് ഓഫ് വളറബിൾ പീപ്പിൾ, യങ് പീപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. The accident history in the warehouse will be considered as a number of
ആക്സിഡന്റ് ഹിസ്റ്ററി ഇൻഡിക്കേറ്റ്സ് ഹയർ റിക്വയർമെന്റ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, അത് നമുക്ക് കൺസിഡർ ചെയ്യണം. വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യും, വിസിറ്റേഴ്സിനെ കൺസിഡർ ചെയ്യും, വളറബിൾ പീപ്പിളിനെ കൺസിഡർ ചെയ്യും. ആ പോയിന്റിനെ അവർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാ. അപ്പോൾ അത്ര 15 മാർക്കല്ലേ, നമുക്കപ്പോൾ അത്രയും കണ്ടന്റ് വേണം. ഏരിയ വെയർ ഹൗസ് മസ്റ്റ് ബി കണക്റ്റഡ്, അത് പറയുന്നുണ്ട്. വർക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നു, ലീഗൽ റിക്വയർമെന്റിനെ കുറിച്ച് പറയുന്നു, പിന്നെ വർക്ക് പാറ്റേൺസിനെ കുറിച്ച് പറയുന്നു, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഹസാർഡ് പ്രസന്റ്, നിയർ മിസ്, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള നിയർ മിസ്, ആ ഹസാർഡ് പ്രസന്റിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നിയർ മിസ് ആക്കി. കാരണം 15 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, അപ്പോൾ 15 പോയിന്റ്സിനടുത്ത് വേണം. വർക്ക് സജഷൻസിനെ കൺസിഡർ ചെയ്യും, കംപ്ലയിൻസിനെ കൺസിഡർ ചെയ്യുമെന്ന് പറയാം, സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് ആക്ടിവിറ്റീസിനെ കൺസിഡർ ചെയ്യുമെന്ന് പറയാം, പിന്നെ ഹോളിഡേസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡേഴ്സ് അതിനെ കൺസിഡർ ചെയ്യുമെന്ന് പറയാം, ഡ്രൈവേഴ്സിനെ ഇൻകമിംഗ് നമ്പേഴ്സ് ഓഫ് ഡ്രൈവേഴ്സ് ഇൻ ദി വെയർ ഹൗസ് മസ്റ്റ് ബി കൺസിഡർ എന്ന് പറയാം. ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൺസിഡർ ചെയ്യുമ്പോൾ. ആ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. കാരണം 15 മാർക്കാണ്, അപ്പോൾ നമ്മൾ അത്രയും പോയിന്റ് വെച്ചിട്ട് കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5, 6, 7, 8, 9 പോയിന്റേ ഉള്ളൂ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചും കൂടെ സിനാരിയോ നമ്മൾ കുറച്ചും കൂടി കണക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. കുറെ തീമെന്ന് കുറെ ആക്സിഡന്റ് ഹിസ്റ്ററി, നിയർ മിസ് എന്നൊക്കെ പറയുന്ന ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ അത് 2 പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടെ അതിന് എന്താ പറയാ 2 പോയിന്റ് കിട്ടാനുള്ള 2 മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. വളറബിൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ കുറെ തരത്തിലുള്ള വളറബിൾ പീപ്പിളിനെ അവിടെ കൺസിഡർ ചെയ്തു. വളറബിൾ പീപ്പിൾ അവിടെ യങ് പീപ്പിൾസ് ഉണ്ട്, എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ പറയാം. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന വീട്ടിലെ ആൾക്കാരെ കൺസിഡർ ചെയ്യണ്ടേ, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ, ഇൻ കേസ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, ഈ പിയാനോ ഉള്ള വീട്ടിലൊരു വയസ്സായിട്ടുള്ള ഒരാളുണ്ട്, നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, അത് നമ്മൾ നോക്കണ്ടേ. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ കംപ്ലീറ്റ്ലി ഫസ്റ്റ് എയ്ഡ് സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. റിയലിസ്റ്റിക് വെയർ ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന വീടിന്റെ ആൾക്കാരുടെ അവസ്ഥ നോക്കണ്ട, വെയർ ഹൗസിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, യങ് പീപ്പിൾസിനെ മാത്രം നോക്കിയാൽ മതി. വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവിടെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതാണ് ആ ഒരു ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇനി വാട്ട് അഡീഷണൽ കൺസിഡറേഷൻ വുഡ് ബി ഇൻ യുവർ റിവ്യൂ ടു ഡിറ്റർമൈൻ ഈ ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻ ഈസ് റിയലിസ്റ്റിക് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഫോർ ദ ഡ്രൈവേഴ്സ് ആൻഡ് പോർട്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ റിമൂവൽ ആക്ടിവിറ്റീസ്. ഇനിയിപ്പോൾ ഇവിടെ വെയർ ഹൗസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡ്രൈവേഴ്സും പോർട്ടേഴ്സിനും ഉള്ള ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്നുള്ളത്. ഡ്രൈവേഴ്സിനും പോർട്ടേഴ്സിനും ഉള്ളത്. ഡ്രൈവേഴ്സും പോർട്ടേഴ്സും, അതായത് ആ ഒരു വെഹിക്കിൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. വെതർ കണ്ടീഷൻ കൺസിഡർ ചെയ്യണ്ടേ, കാരണം എന്താ, ചിലപ്പോൾ ഹോട്ട് വെതർ ആണെങ്കിലോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറയും. ഏതാണ് വെതർ കണ്ടീഷൻ എന്നുള്ളത്. സ്പെസിഫിക് ഹസാർഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരില്ല. ഇപ്പം പിയാനോ ആണ്, ഇനിയിപ്പോൾ വല്ല കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിലോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം ആനിമൽസിനെ ആയിരിക്കും ലിഫ്റ്റ് ചെയ്യാൻ പോകേണ്ടത്. അതാണ് സംഭവം. സ്പെസിഫിക് ഹസാർഡ് ഇൻ ദ റിമോട്ട് വർക്ക് ഏരിയ വിൽ ബി കൺസിഡർഡ് ആസ് സം ഏരിയാസ് ദർ മൈറ്റ് ബി എ റിസ്ക് ഓഫ് അറ്റാക്ക് ബൈ ദ ആനിമൽസ് ആൻഡ് സ്ട്രേ ഡോഗ്സ്. അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, അല്ലെ? സ്ട്രേ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ തെരുവ് പട്ടികൾ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ഉള്ളിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിനുള്ള കവറേജ് നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ ഇതേപോലത്തെ ആനിമൽസിനെയോ അല്ലെങ്കിൽ ഇതേപോലത്തെ കെമിക്കൽ സബ്സ്റ്റൻസിനെയോ ആണ് അവർ ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിലോ ഈ അവിടെ നിന്ന് അക്രമം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മൾ നോക്കണം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു തരത്തിൽ വേണം നമ്മൾ ആ ഡ്രൈവറും പോർട്ടറും എവിടേക്ക്, അല്ലെങ്കിൽ ഒരു മൂവിംഗ് കമ്പനി കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസിന് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് മെഡിക്കൽ ആ ഒരു സംഭവം ഉണ്ടായിരിക്കണം. പിന്നെ വർക്ക് സ്കെഡ്യൂൾ കൺസിഡർ ചെയ്യണം, അല്ലെ? കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് എയ്ഡർ ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഒരു പോർട്ടറും ഒരു ഡ്രൈവറും ആണെങ്കിൽ ആ ഡ്രൈവർക്ക് എപ്പോഴും എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കോമ്പിറ്റന്റ് ആവില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാന്ന് പറയാം. മാനുവൽ ഹാൻഡ്ലിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറയാം. അപ്പൊ അതിനുള്ള മെഡിക്കൽ മീൻസ് സ്ട്രെയിൻ അല്ലെങ്കിൽ അതുപോലുള്ള സ്ട്രെയിൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, ഉളുക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പം വേറെ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള മാനുവൽ ഹാൻഡ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സഡൻ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് വേണമെന്ന് പറയാം. അപ്പൊ ആ പോർട്ടേഴ്സും ഡ്രൈവേഴ്സിന്റെയും പോയിന്റ് ഓഫ് വ്യൂല് വേണം നോക്കിയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് 7B എന്ന് പറയുന്നത്. ഇനി വരുന്നത് 8 എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് മോണിറ്ററിംഗ് ഇൻഫർമേഷൻ ദാറ്റ് ഗീവ്. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപകടത്തിന് ശേഷം. Based on the scenario only, comment on the results of reactive monitoring at the company that should be a cause of concern. റിയാക്റ്റീവ് മോണിറ്ററിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്താണ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് ഒക്കെ ഉള്ളത്? ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു പറയാം നമുക്ക്, അല്ലെ? എൻഫോഴ്സ്മെന്റ് ആക്ഷൻസ് പറയാം, നിയർ മിസ്സിനെ കുറിച്ച് പറയാം, മെഡിക്കലിനെ കുറിച്ച് പറയാം, ക്ലെയിമിനെ കുറിച്ച് പറയാം, മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് റിപ്പോർട്ട്സിനെ കുറിച്ച് പറയാം. പിന്നെന്താ
കംപ്ലൈൻസ് ഫ്രം ദ വർക്ക് ഫോഴ്സ് അത് പറഞ്ഞൂടെ. ഫസ്റ്റ് എയ്ഡ് റിപ്പോർട്ട് പറയാം. ഇൻസ്പെക്ഷൻ റെക്കോർഡ്സിന്റെ ഓക്കെ, ഇൻസ്പെക്ഷൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും തോന്നുന്നില്ല. ആക്സിഡന്റ് റിപ്പോർട്ട്സിനെ കുറിച്ച് പറയാം. ഓഡിറ്റ് റിപ്പോർട്ട്സിനെ കുറിച്ച് പറയാൻ പറ്റില്ലായിരിക്കും. കൺസൾട്ടേഷൻ റിപ്പോർട്ട്സിനെ കുറിച്ച് പറയാം. ഇതൊക്കെയാണ് ബേസിക്കലി അവിടെയുള്ള എന്താ പറയുക ഒരു റിയാക്റ്റീവ് മോണിറ്ററിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പം ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ക്യാൻ കോസ് കൺസേൺ ഫോർ ദ കമ്പനി ആസ് ഇറ്റ് വാസ് കണ്ടെയ്ൻ കോസ് ഓഫ് ദ ആക്സിഡൻസ് ഉണ്ടാവും. എൻഫോഴ്സ്മെന്റ് ആക്ഷൻ സജസ് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഉണ്ടാവും. പിന്നെ അതൊരു പ്രോബ്ലം ആയിട്ട് വരാം. അത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വർക്കർ സ്റ്റാഫ് ടേൺ ഓവറിനെ കുറിച്ച് പറയാം, അതൊരു സംഭവമാണ്. കംപ്ലൈൻസിനെ കുറിച്ച് പറയാം. ക്ലെയിം, ഇതൊക്കെയാണ് കോമൺലി എന്താണ് നമ്മളവിടെ എന്താ പറയുക കുറച്ച് വറീഡ് ആവേണ്ട കാര്യങ്ങൾ എന്ന രീതി. അതാണ് ചോദിച്ചിരിക്കുന്നത്. ബേസ്ഡ് ഓൺ സിനാരിയോളി കമന്റ് ഓൺ ദ റിസൾട്ട്സ് ഓഫ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് അറ്റ് ദ കമ്പനി ദാറ്റ് ഷുഡ് ബി കോസ് ഓഫ് കൺസേൺ. ഏതൊക്കെയാണ് പേടിക്കേണ്ടത് അല്ലെങ്കിൽ വറീഡ് ആവേണ്ട സംഭവങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വറീഡ് ആവേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസറും കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് എഴുതാനുണ്ട് അതിൻ്റെ അകത്ത്. അത് അത്രയും നമുക്കൊരു ഹാഫ് മാർക്കിനുള്ള സ്കോപ്പ് അതിൻ്റെ അകത്തുള്ളൂ. കമന്റ് ഓൺ ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കമന്റ് ചെയ്തിട്ടില്ല. ഏതൊക്കെയാണ് വറീഡ് ആവുന്നത് എന്ന കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ, കമന്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കമന്റും കൂടെ ഉണ്ട്. അപ്പൊ അത് വറീഡ് ആവണം. അത് പിന്നെ ഇന്ന അപകടങ്ങൾ മീൻസ് കോൺസിക്വൻസസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്താൽ മതി. ഈ പറഞ്ഞ ആക്സിഡന്റിന്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ആക്സിഡന്റ് റേറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇനിയും ആക്സിഡൻസ് ഇനിയും കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് കമ്പനീനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. കമന്റ് എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ അത് വന്നിട്ടില്ല, അത് കമന്റ് ചെയ്യാനാണ്. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ക്യാൻ കോസ് കൺസേൺ ടു കമ്പനി ഇസ് കണ്ടെയ്ൻ കോസ് ഓഫ് ആക്സിഡൻസ് ആൻഡ് ഇറ്റ് വിൽ ഹിൻഡർ അല്ലെങ്കിൽ എന്താ ഗ്രോത്തിനെ ബാധിക്കുന്നോ കമ്പനി ഫ്യൂച്ചറിലേക്കും കുറെ ആക്സിഡൻസ് ഇതുപോലെ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. ആ കമന്റ് വന്നിട്ടില്ല, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 100 മാർക്ക്. അത്യാവശ്യം എഴുതാൻ ഉള്ള ഒരു കണ്ടന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരെ എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.